ഈ തവണത്തെ വിഷു ആളുകളിൽ മാറ്റം വരുത്താൻ പോകുന്നത് ഏതൊക്കെ നക്ഷത്രക്കാരിലായിരിക്കും? ആദ്യം മേടം രാശിയോട്ട് എന്ന് പറഞ്ഞാൽ മേടം രാശിയിലെ 2 നക്ഷത്രക്കാർ. 12ാമത്തെ രാശിയാധിപതിയാണ് 4 നിൽക്കുമ്പോൾ. 12 എന്ന് പറയുന്നത് എപ്പോഴും എക്സ്പെൻസിന്റെ ഭാവമാണ്. 12ാമത്തെ രാശിയിലോട്ട് വീക്ഷണം ഉള്ളത് കൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ ഹയർ സ്റ്റഡീസ്, വിദേശത്തൊക്കെ പോയി ഹയർ സ്റ്റഡീസ് ചെയ്യാൻ ആഗ്രഹം ഉള്ള കുട്ടികൾക്കും അനുകൂലമാണ്. അല്ലാതെ തന്നെ ഈ ഒരു വർഷത്തെ ചിന്തിക്കുകയാണെങ്കിൽ ഫൈനാൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അവരുടെ നിലവിലെ ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാനായിട്ട് കഴിയുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും അല്ലേ, ഇപ്പോൾ അവരവരുടെ പേഴ്സണൽ ജാതകങ്ങൾ മൊത്തത്തിൽ നോക്കിയാലല്ല അത് ഓവർലാപ്പ് ചെയ്യണം. ഇത് കൃത്യമായിട്ട് ടാലി ആവത്തുള്ളൂ. 11ാം ഭാവാധിപതി ഉച്ചനായി സഞ്ചരിക്കുകയും 2ാം ഭാവത്തിൽ സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം. 10ൽ ശനി നിൽക്കുകയാണ്. അത് ഉപജയഭാവത്തിലെ ശനി. 10ലെ ശനി ദോഷകാരി അല്ല. ഉപജയഭാവങ്ങളിലെ പാപഗ്രഹങ്ങൾ ദോഷകാരിയല്ല. മിഥുനം ജന്മരാശിക്കാർക്ക് കർമാധിപതിയായ ഗ്രഹമാണ് മിഥുനം രാശിയിൽ തന്നെ സഞ്ചരിക്കുന്ന ഇപ്പോൾ നിലവിൽ. ഈ ഒരു നക്ഷത്രക്കാർക്ക് എന്ന് പറയുമ്പോഴേക്കും ഇപ്പോൾ അറ്റ് പ്രസന്റ് നടന്നുകൊണ്ടിരിക്കുന്ന ജൂൺ മാസം വരെയുള്ള കാലഘട്ടം ചിന്തിക്കുമ്പോൾ ഈ സമയം കുറച്ച് പ്രതിസന്ധികൾ നിറഞ്ഞതാണ്. അല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി 2026 ജൂൺ മാസത്തിന് മുമ്പ് ഉള്ള സമയത്തെ ചിന്തിക്കുമ്പോൾ ജൂൺ മാസത്തിന് ശേഷമുള്ള സമയം അനുകൂലമായിട്ട് തന്നെ പറയാൻ പറ്റും എന്ന് പറയുന്നത്. ഇന്ന് നമ്മളോടൊപ്പം സുനിത മാമാണ്. നമസ്തേ. നമസ്കാരം. നമ്മള് പല വീഡിയോ ചെയ്തിരുന്നു. ഇപ്പോൾ വിഷു ആണ്. അപ്പോൾ വിഷുവിന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കാര്യം കൂടുതൽ ശ്രദ്ധിക്കുന്നതാണ്. കാരണം നമ്മുടെ ഗ്രഹങ്ങളെല്ലാം വ്യത്യസ്ത രീതിയിലേക്ക് പോകുന്നു. പിന്നീട് അടുത്ത ഭാഗ്യം ഓരോ വിഷുവിനുമാണ്. നമ്മൾ അതുകൊണ്ടാണ് കൈനീട്ടം തന്നെ കൊടുക്കുമ്പോൾ വിഷുവിന് ഇപ്രാവശ്യം കൈനീട്ടം കിട്ടി, കൊല്ലം നന്നായി എന്നൊക്കെ പറയാം. അപ്പോൾ എങ്ങനെയാണ് ഈ തവണത്തെ വിഷു ആളുകളിൽ മാറ്റം വരുത്താൻ പോകുന്നത് ഏതൊക്കെ നക്ഷത്രക്കാരിലായിരിക്കും? അതായത് ആദ്യം മേടം രാശിയോട്ട് എന്ന് പറഞ്ഞാൽ മേടം രാശിയിലെ 2 നക്ഷത്രക്കാർക്ക്. കഴിഞ്ഞ വീഡിയോയിൽ നക്ഷത്രം പറഞ്ഞില്ല എന്നായിരുന്നല്ലോ പരാതി. അപ്പോൾ ഈ പ്രാവശ്യം എല്ലാ നക്ഷത്രങ്ങളും സ്പെസിഫൈ ആയിട്ട് പറയാം. മേടം രാശിയിലെ 2 നക്ഷത്രം അശ്വതി, ഭരണി, കാർത്തികാൽഭാഗം അടങ്ങിയ 2 നക്ഷത്രം. അവർക്ക് ഈ ഒരു വിഷു ഫലം എന്ന് പറയുമ്പോൾ മേടം മാസം തുടങ്ങി അടുത്ത മേടമാസത്തിന് മുൻപ് വരെയുള്ള ഫലമാണ്. ഏകദേശം ഒരു വർഷത്തെ ഫലമാണ് പറയുന്നത്. അപ്പോൾ ഇപ്പൊ അറ്റ് പ്രസന്റ് ഈ മേടമാസം തുടങ്ങുമ്പോൾ വ്യാഴം 3ാം ഭാവത്തിലും മേടം രാശിക്കാർക്ക് 7ര ശനിയുടെ ഫസ്റ്റ് ഫേസ് ആണ് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടം നോക്കുമ്പോഴേക്കും 5ാമത്തെ രാശിയിൽ കേതു, 3ാം ഭാവത്തിൽ വ്യാഴം, 12ാമത്തെ രാശിയിൽ ശനി കർമാധിപതിയായ ഗ്രഹം, 11ാം ഭാവാധിപതിയായ ഗ്രഹം 12ാമത്തെ രാശിയിൽ 7ര ശനി കാലഘട്ടം. അപ്പോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഏപ്രിൽ മാസം തുടങ്ങി ജൂൺ മാസം ആകുമ്പോഴേക്കും ഒരുപാട് വ്യത്യസ്തമായ ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവും അവർക്ക്. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാല് 4ാമത്തെ രാശിയിൽ ഉച്ചനായി 9ാമത്തെ രാശിയാധിപതിയായ ഗ്രഹം, ഭാഗ്യഭാവത്തിന്റെ ആധിപത്യം വഹിച്ച ഗ്രഹം ഉച്ചനായി 4ാമത്തെ രാശിയിൽ സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ ജൂൺ മാസം മുതൽ തുടങ്ങി മേടം രാശിക്കാർക്ക് 7ര ശനിയുടേതായ തീക്ഷ്ണത ഉണ്ടാവില്ല. മാത്രമല്ല ആ കാലഘട്ടത്തിൽ മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും, ഈ ഒരു വർഷത്തെ ചിന്തിക്കുമ്പോൾ മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും നടപ്പിലാക്കാൻ കഴിയുന്ന കാലഘട്ടമാണ്. അസറ്റുകൾ വാങ്ങാൻ കഴിയുന്ന കാലഘട്ടമാണ്. കുഞ്ഞുങ്ങൾക്ക് പുരോഗതി ഉണ്ടാവുന്ന സമയമാണ്. നമുക്ക് ചെസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആൾക്കാർ, അമ്മയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആൾക്കാർ, ഇവർക്കൊക്കെ തന്നെയും പുരോഗതി ഉണ്ടാകുന്ന ആരോഗ്യപരമായ വിഷയങ്ങളിലൊക്കെ തന്നെയും പുരോഗതി ഉണ്ടാകുന്ന അമ്മയ്ക്ക് പുരോഗതി ഉണ്ടാകുന്ന, അമ്മയ്ക്ക് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നെങ്കിൽ അതിനെല്ലാം മാറ്റം വരുത്തുന്ന, അമ്മയ്ക്ക് തൊഴിൽപരമായിട്ടും ധനപരമായിട്ടും ഒക്കെ തന്നെയും ഭാഗ്യം ഉണ്ടാകുന്ന, അച്ഛനും അമ്മയ്ക്കും ഭാഗ്യം ഉണ്ടാകുന്ന സമയം തന്നെ. കാരണം പിതൃഭാവത്തിന്റെ ആധിപത്യം വഹിച്ച ഗ്രഹമാണ് ഉച്ചനായി സഞ്ചരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഭാഗ്യം ഉണ്ടായിരിക്കും, ധാർമ്മികമായ നിലപാടുകൾ ഉണ്ടായിരിക്കും, പിതാവിന് ഗുണം ആയിരിക്കും. 9ാം ഭാവം ഹൗസ് ഓഫ് നോളജ് ആണ്. അതുകൊണ്ട് തന്നെ ഹയർ സ്റ്റഡീസ് ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾ, അത് പ്രത്യേകിച്ച് വിദേശത്തൊക്കെ പോയി ഹയർ സ്റ്റഡീസ് 9ാമത്തെ രാശിയാധിപതിക്ക് 12ാമത്തെ രാശിയാധിപത്യം ഉണ്ടാവും. 9ാം ഭാവാധിപതി 12ാമത്തെ രാശിയിലോട്ട് വീക്ഷണം ഉള്ളത് കൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ ഹയർ സ്റ്റഡീസ്, വിദേശത്തൊക്കെ പോയി ഹയർ സ്റ്റഡീസ് ചെയ്യാൻ ആഗ്രഹം ഉള്ള കുട്ടികൾക്കും അനുകൂലമാണ്. അതുപോലെ എന്നാൽ ഇത്തരത്തിലുള്ള നല്ല അനുഭവങ്ങൾ അവിടെ നിൽക്കുമ്പോഴും 5ാമത്തെ രാശിയിലെ കേതു പലവിധ മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കും.
പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്നൊക്കെ പറയില്ലേ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനും സാധ്യത ഉണ്ട് എന്ന് പറയാം. എന്നാൽ വ്യാഴത്തിന്റെ സ്വാധീനം കൊണ്ട് തന്നെ അത്തരത്തിലുള്ള ദോഷങ്ങൾക്കും ബാലൻസ് ചെയ്തു പോകും. അത്തരത്തിലുള്ള ദോഷം ഉണ്ടാവില്ല എന്നല്ല, വരാം, വന്നു പെട്ടേക്കാം, പക്ഷെ അത് ബാലൻസ് ചെയ്തു പോകും എന്ന് പറയാം. അപ്പോൾ ഇതാണ് മേടം രാശിക്കാരെ പറ്റി പറയുമ്പോൾ പറയാനായിട്ടുള്ളത്. പിന്നെ അതുപോലെ അടുത്ത ഇടവം രാശിയിലെ 2.25 നക്ഷത്രക്കാർക്ക്, ഈ മേടം രാശിക്കാർക്ക് വീട് വെക്കാനായിട്ട് അനുകൂലമാണ്. വീട് വാങ്ങാൻ, അതുപോലെ വിദേശത്ത് ഫോറിൻ കൺട്രീസിൽ 12ാമത്തെ രാശിയാധിപതി 4ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ ഫോറിൻ കൺട്രീസിൽ വീട് വളരെ മൂല്യമുള്ള, അതായത് ഒത്തിരി നല്ല അസറ്റുകളൊക്കെ വാങ്ങാനായിട്ട് നല്ലതാണ്. സ്വദേശത്തായിരുന്നാൽ ലോൺ എടുത്ത് വീട് വെക്കാനായിട്ട് സാധ്യത കൂടുതലാണ്. കാരണം എന്തുകൊണ്ടാണ്? 12ാമത്തെ രാശിയാധിപതിയാണ് 4 നിൽക്കുമ്പോൾ. 12 എന്ന് പറയുന്നത് എപ്പോഴും എക്സ്പെൻസിന്റെ ഭാവമാണ്. ആ 12ാം ഭാവാധിപതി 4ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ലോൺ എടുത്ത് വീട് വെക്കാനൊക്കെ ഉദ്ദേശിക്കുന്ന ആൾക്കാർ, ലോൺ എടുത്ത് വീട് വെക്കുക, വാഹനം വാങ്ങുക, അസറ്റുകൾ ഉണ്ടാക്കുക, ഓഫീസ് സ്പേസ് ഉണ്ടാക്കുക, ലോൺ എടുത്ത്, ഇതിനൊക്കെ വളരെ അനുകൂലമാണെന്ന് പറയാൻ പറ്റിയ ഒരു കാലഘട്ടം. അടുത്ത് ഇടവം രാശിയിലെ 2.25 നക്ഷത്രം, കാർത്തിക 3/4 ഭാഗം, രോഹിണി മകയിരത്തിന്റെ അരഭാഗവും ചേർന്ന 2.25 നക്ഷത്രം. അവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു പ്ലാനറ്ററി പൊസിഷൻ വളരെ നല്ല തന്നെയാണ്. കാരണം അവരുടെ കർമാധിപതിയായ ഗ്രഹം 9, 10, 11 ഭാവങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നതും, 2ാം ഭാവത്തിൽ 11ാമത്തെ രാശിയാധിപതിയായ ഗ്രഹം സഞ്ചരിക്കുന്നുണ്ട്. 4ാം ഭാവത്തിൽ കേതു സഞ്ചരിക്കുകയാണ്. 10ാം ഭാവത്തിലെ രാഹു സഞ്ചരിക്കുകയാണ്. അപ്പൊ ഈ ഒരു കാലഘട്ടം നോക്കുമ്പോൾ ഫൈനാൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാക്കാനായിട്ട് കഴിയുന്ന സമയമാണ്, കരിയർ ഗ്രോത്ത് ഉണ്ടാക്കാൻ സമയമാണ്. അതിപ്പോൾ വ്യാഴം മാറിയാലും ഇല്ലെങ്കിൽ തന്നെ ഈ വർഷം അവർക്ക് വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയം തന്നെയാണ്. വ്യാഴമാറ്റം കൊണ്ടുണ്ടാകുമ്പോഴേക്കും അവർക്ക് കുറച്ചുകൂടെ കരിയർ ഗ്രോത്ത്, അല്ലാതെ തന്നെ ഈ ഒരു വർഷത്തെ ചിന്തിക്കുകയാണെങ്കിൽ ഫൈനാൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അവരുടെ നിലവിലെ ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാനായിട്ട് കഴിയുന്ന സമയമാണ്. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അത് ഇടവം രാശിക്കും മിഥുനം രാശിക്കും അവരുടെ കമ്മ്യൂണിക്കേഷൻ, അവരുടെ റിട്ടേൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ നന്നായിട്ട് കൊണ്ടുപോകാൻ, ഇടവം രാശിക്കാർക്ക് റിട്ടേൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും. എന്ന് വെച്ചാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഈ ഫോറിൻ കൺട്രീസിലൊക്കെ പോകാനായിട്ട് ഉദ്ദേശിക്കുന്ന കുട്ടികൾ IELTS OET ഒക്കെ എഴുതിയില്ലേ, അവർക്കൊക്കെ അവരുടെ റിട്ടേൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ അവർ കുറച്ചുകൂടെ നന്നാക്കി എടുക്കേണ്ടതായിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെ OET IELTS എക്സാമിനേഷൻ എഴുതുന്ന ആൾക്കാർക്കും ഈ ഒരു വർഷം വളരെ അനുകൂലമാണ്. അപ്പൊ നമ്മൾ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും അല്ലേ, ഇപ്പോ അവരവരുടെ പേഴ്സണൽ ജാതകങ്ങൾ മൊത്തത്തിൽ നോക്കിയാലല്ല അത് ഓവർലാപ്പ് ചെയ്യണം. ഇത് കൃത്യമായിട്ട് ടാലി ആവത്തുള്ളൂ. അതെ, ഇതെന്തോ പറയുന്നത്, ഇത് നമ്മുടെ ഒരു കറണ്ട് പ്ലാനറ്ററി പൊസിഷൻ എങ്ങനെയാണ് ഈ രാശിക്കാരെ സ്വാധീനിക്കുന്നതെന്ന് മാത്രമല്ലേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. എന്തുകൊണ്ടാ? ഓരോരുത്തർ ഡിഫറെന്റ് ഹൊറോസ്കോപ്പ്, ഡിഫറെന്റ് പ്ലാനറ്ററി പൊസിഷൻ, ഡിഫറെന്റ് ജനറ്റിക് ഇൻഫ്ലുവൻസ്, എൻവയോൺമെന്റൽ ഇൻഫ്ലുവൻസ് ഒരു വ്യക്തിയെ എടുക്കുമ്പോഴേക്കും അല്ലെ, അവരുടെ ഹൊറോസ്കോപ്പ് വ്യത്യസ്തമാണ്. ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പം ഇരട്ട കുട്ടികളാണെങ്കിൽ പോലും അവരുടെ ജാതകത്തിന്റെ വ്യത്യസ്തത, ആ പേഴ്സണാലിറ്റി എന്ന് പറയുന്നതിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവുമല്ലോ ഇല്ലേ. അപ്പൊ ഒരേ ബയോളജിക്കൽ ഫാക്ടർ ഒന്നാണ്, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഒന്നായിരിക്കാം. അവർക്ക് അവിടെ ഇപ്പൊ എനിക്ക് ഒരു കേസ് വന്നിട്ടുണ്ട്. ഒരേ ജാതകത്തിലുള്ള 3 കുട്ടികൾ ഒരുമിച്ച് ജനിച്ചതാണ്. അവര് ലഗ്നം വന്നിട്ട് കർക്കിടകം ലഗ്നമാണ്, ചന്ദ്രനോ ലഗ്നമോ കർക്കിടകത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിനകത്ത് അവർക്ക് ആ ഒരു ഏരിയയിൽ വരുമ്പോഴേക്കും ചന്ദ്രനാണ് ആ രാശിയാധിപതിയായിട്ട് വരുന്നത്. അത് മെഡിക്കൽ പ്രൊഫഷണൽസിന് നല്ലതാണ്. അതുപോലെ തന്നെ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാം, സിവിൽ എഞ്ചിനീയറിംഗ് ചിന്തിക്കാം. ഈ 3 പേര് ഈ പറഞ്ഞ 3 ജോബിലാണ് നിൽക്കുന്നത്. ഒരാൾ മെഡിക്കൽ പ്രൊഫഷനാണ്, ഒരാൾ അഗ്രികൾച്ചർ റിലേറ്റഡ് ജോബാണ്, ഒന്ന് സിവിൽ എഞ്ചിനീയർ ആണ്. എന്താ വെച്ചാൽ ഈ പറയുന്ന കാറ്റഗറിക്കകത്ത് ഏതെങ്കിലും ഒന്നാണ് ഈ മാറാൻ സാധ്യത കൂടുതലാണ്. മനസ്സിലായോ? അപ്പോ അത് ഓരോരുത്തരുടെ ആഗ്രഹം പോലെ ഇരിക്കും, അല്ലെങ്കിൽ വ്യത്യസ്തമായിരിക്കും അവരുടെ ഹാർഡ്. ഇപ്പം ജാതകത്തിൽ ഭയങ്കര ഗംഭീരമായ ഫലങ്ങൾ ഉണ്ടെന്ന് വെച്ചിട്ട് അവർക്ക് ഒരു ഒട്ടും എഫർട്ട് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അതിനുള്ള റിസൾട്ട് കിട്ടില്ലല്ലോ. എഫർട്ട് കൊടുക്കുകയും ആഗ്രഹം ഉണ്ടാവും, ഒരു ലക്ഷ്യബോധം ഉള്ള ആളിനല്ലേ അതിനകത്തോട്ട് റീച്ച് ചെയ്യാൻ പറ്റും. കർക്കിടകത്തിലേക്ക് വരുമ്പോ അല്ല, ഇടവം രാശിക്കാരുടെ പറയുമ്പോഴേക്കും 3ാമത്തെ രാശിയിലോട്ട് 11ാം ഭാവാധിപതിയായ ഗ്രഹം 3ാം ഭാവത്തിൽ ഉച്ചനായി സഞ്ചരിക്കും. 9ാം ഭാവത്തിലോട്ട് വീക്ഷണം ഉണ്ടായിരിക്കും.
ചെയ്യുന്നുണ്ട്. ഇടവം രാശിയുടെ 9ാം ഭാവത്തിൽ ഭാഗ്യഭാവത്തിലോട്ട് വീക്ഷണം വരുന്നുണ്ട്. അപ്പോൾ അവർക്കും പിന്നെ സിബ്ലിങ്സിന് നല്ലതാണ്. ഇപ്പൊ ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ ഒരു കുട്ടിയുടെ ഇളയ കുട്ടിയും കൂടെ ജനിക്കാനായിട്ടുള്ള യോഗമുള്ള ഒരു കാലഘട്ടമായിട്ട് പറയാൻ പറ്റും. അതുപോലെ തന്നെ അവരുടെ ഹയർ സ്റ്റഡീസ് ആയിരുന്നാലും എഡ്യൂക്കേഷൻ ആയിരുന്നാലും പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആയിരുന്നാലും ഈ കമ്മ്യൂണിക്കേഷൻ ആണല്ലോ അവിടെ വേണ്ടി. ഇപ്പൊ ഉദ്യോഗാർത്ഥികൾക്കായാലും ഉദ്യോഗസ്ഥർക്കായാലും വിദ്യാർത്ഥികൾക്കായിരുന്നാലും അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്ട്രോങ് ആയിരിക്കണ്ടേ, അത് സ്ട്രോങ് ആയിട്ട് കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. 11ാമത്തെ രാശിയാധിപതി 11ാം ഭാവത്തിൽ വീക്ഷിക്കും. 11ാം ഭാവം ലാഭസ്ഥാനമാണ്. ആ 11ാം ഭാവാധിപതി ഉച്ചനായി സഞ്ചരിക്കും, 2ാം ഭാവത്തിൽ സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ ഈ ഒരു സമയം അവർക്ക് ഫൈനാൻഷ്യൽ ഗ്രോത്തും കരിയർ ഗ്രോത്തും ഒക്കെ ഉണ്ടാവുന്ന സമയമായിട്ട് തന്നെ ഇടവം രാശിക്കാരെ പറയാൻ പറ്റും. പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഗ്രോത്ത് ഒക്കെ ഉണ്ടെങ്കിലും ഇവർ പലർക്കും വേണ്ടിയിട്ട് ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യുകയും അതുപോലെ അവർക്ക് എത്തിപ്പെടേണ്ട ഏരിയയിൽ ഇവർ എത്തിപ്പെടാൻ എന്ന് വെച്ചാൽ ഒരു പഠിച്ച ആ ഫ്ലോയിൽ തന്നെ എത്തിപ്പെട്ടില്ലെങ്കിൽ, ആ ഫ്ലോയിൽ തന്നെ ഒരു കരിയറിലോട്ട് എത്തിയില്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും വെച്ച് ബ്ലോക്ക് ആയി പോകാൻ ചാൻസ് കൂടിയ ആൾക്കാരാണ് ഇടവം ജന്മരാശിക്കൂറുകാരും വൃശ്ചികം ജന്മരാശിക്കൂറുകാരും. അപ്പോൾ അവർ ആ ഫ്ലോയിൽ ഇപ്പോഴും പോവുകയാണെങ്കിൽ പിന്നെ പഠിത്തമൊക്കെ ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോയ ആൾക്കാർക്കും അതൊന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്യാനായിട്ടും അത് നല്ല രീതിയിൽ കൊണ്ടെത്തിക്കാനായിട്ടും കഴിയുന്ന സമയമായിട്ട് തന്നെ പറയാൻ പറ്റും. അടുത്ത് വരുന്നത് മിഥുനം ജന്മരാശിക്കൂറുകാർ. അത് മകയിരത്തിന്റെ അരഭാഗം തിരുവാതിര പുണർദത്തിന്റെ 1/4 ഭാഗം അടങ്ങിയ 2.25 നക്ഷത്രമാണ് വരുന്നത്. ആ മിഥുനം ജന്മരാശിക്കൂറുകാർക്ക് കർമാധിപതിയായ ഗ്രഹമാണ് മിഥുനം രാശിയിൽ തന്നെ സഞ്ചരിക്കുന്ന ഇപ്പോ നിലവില്. എന്നാല് ജൂൺ മാസം തുടങ്ങി 2ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോഴും അവരുടെ അവിടെയും നമുക്ക് ഈ കരിയർ ഗ്രോത്ത് പറയാൻ പറ്റും. എന്തുകൊണ്ട് കർമ്മഭാവത്തിന്റെ ആധിപത്യം വഹിച്ച ഗ്രഹമാണ് അവിടെ ജന്മരാശിയിൽ സഞ്ചരിക്കുന്നത്. കർമ്മഭാവത്തിലാവട്ടെ അഷ്ടമാധിപതി 9ാം ഭാവാധിപതിയാണ് കർമ്മഭാവത്തിൽ. അപ്പം റിസർച്ച് ചെയ്യുന്ന ആൾക്കാര്, സയന്റിസ്റ്റുകള്, അതുപോലെ തന്നെ അങ്ങനെ ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാര്, അപ്പോൾ അവർക്കൊക്കെ വളരെ അനുകൂലമായിട്ട് പറയാൻ പറ്റും. അതുപോലെ ഫിഷറീസുമായിട്ട് കണക്ട് ചെയ്ത് ഫിഷറീസ് ഒക്കെ പഠിച്ച ആൾക്കാർ, ഓഷനോഗ്രാഫി, ഫിഷറീസ്, അതൊക്കെ കർമ്മഭാവം സമുദ്രരാശിയല്ലേ. ആ സമുദ്രരാശിയുടെ ആധിപതിയായ ഗ്രഹം ആ രാശിയെ തന്നെ വീക്ഷിക്കുന്ന കാലഘട്ടം ആയതുകൊണ്ട് ഈ സമുദ്രവുമായിട്ട് ബന്ധപ്പെട്ട ഏരിയ, അത് ഫിഷറീസ് പറയാൻ പറ്റും, ഓഷൻ ടെക്നോളജി പറയാൻ പറ്റും, ഓഷനോഗ്രാഫി, സ്കൂബ ഡൈവിങ്, ഇങ്ങനെയൊക്കെയുള്ള ഏരിയ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ജലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. പിന്നെ ഹോട്ടൽ റിലേറ്റഡ് ആയിട്ടുള്ള വരുമ്പോൾ ഹോട്ടൽ റിലേറ്റഡ് ബിസിനസ് എന്ന് പറയുമ്പോൾ ഇപ്പം കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഏരിയ ആണ്. പക്ഷെ അത് ജൂൺ മാസത്തിന് ശേഷം അവർക്ക് കുറച്ചുകൂടെ പ്രോഗ്രസീവായിട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സമയമായിട്ട് തന്നെ പറയും. കരിയർ ഗ്രോത്ത് ഉണ്ടാവും തീർച്ചയായിട്ടും. പക്ഷെ അവിടെ ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് വേണം. എന്തുകൊണ്ടാണ്? കർമ്മഭാവത്തിൽ നിൽക്കുന്ന അവിടെ നിൽക്കുന്നത് ശനിയാണ്. അതുകൊണ്ട് തന്നെ ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ സക്സസിലോട്ട് പോകാനായിട്ട് പറ്റൂ. ഒരു 10 ശനി നിൽക്കുകയാണ്, അത് ഉപജയഭാവത്തിലെ ശനി. 10ലെ ശനി ദോഷകാരി അല്ല. ഉപജയഭാവങ്ങളിലെ പാപഗ്രഹങ്ങൾ ദോഷകാരിയല്ല. ഇപ്പം മിഥുനം ജന്മരാശിക്കൂറുകാർക്ക് 3ാമത്തെ രാശിയിലാണ് ഖേതു നിൽക്കുന്നത്, ഉപജയഭാവമാണ്. അതും ഖേതുവിനെ കൊണ്ടും ദോഷം പറയാൻ കഴിയില്ല. അതുപോലെ കർമ്മഭാവത്തിരിക്കുന്ന അപ്പൊ കണ്ടകശനി കാലഘട്ടം അല്ലേ എന്ന് ചിന്തിക്കാം. ശരിയാണ്, കണ്ടകശനി ആണെങ്കിൽ പോലും 10ാം ഭാവത്തിലെ ശനി എന്ന് പറയുന്നത് അത് ഒരു ദേശത്തിന്റെയോ നാടിന്റെയോ ഭരണാധികാരിയാകാൻ വരെയുള്ള ലക്ഷണമാണ്. കാരണം ശനി 10ാം ഭാവത്തിൽ നിൽക്കുന്ന ഒരാള് എന്ന് പറയുമ്പോൾ, ഇപ്പൊ സൂര്യനൊക്കെ 10ാം ഭാവത്തിൽ നിൽക്കുവാണെങ്കിൽ ഭയങ്കര ഒരു എന്താ പറയണ്ടേ, ഒരു തൻ പ്രമാണിത്വം എന്ന് പറയില്ലേ, അല്ലെങ്കിൽ എന്താ പറയണ്ടേ, ഒരു അധികാര മനോഭാവം ഉള്ള ആളായിരിക്കും. അതേസമയം ശനിയാണ് 10ാം ഭാവത്തിൽ നിൽക്കുന്നതെങ്കിൽ ആ വ്യക്തി ആ ഗ്രൂപ്പിനോടൊപ്പം ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കുന്ന ആളായിരിക്കും. എന്ന് വെച്ചാൽ വളരെ പ്രൊഡക്റ്റീവായിട്ട് ആ ഗ്രൂപ്പിനെ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു കഴിവ്, ഡെഡിക്കേഷൻ, ഹാർഡ് വർക്ക്, ഭയങ്കര വർക്കഹോളിക്കായിട്ട് നിന്ന് ആ വർക്കിനെ സക്സസ് ആക്കി എടുക്കാനായിട്ടുള്ളൊരു കഴിവ്, അങ്ങനെയുള്ളൊരു രീതിയിലായിരിക്കും ഇപ്പം ഈ മിഥുനം രാശിക്കാർ പോകുന്നത്. പൊതുവെ തന്നെ മിഥുനം രാശിയെ പറയുമ്പോൾ കമ്മ്യൂണിക്കേഷന്റെ രാശിയാണത് മിഥുനം രാശി. അതുകൊണ്ട് തന്നെ മാത്രമല്ല 2ാം ഭാവത്തിലും ജന്മരാശിയിലും ഒക്കെ വ്യാഴം സഞ്ചരിക്കുന്നത് കൊണ്ടും കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയ, പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ്, ടെലികമ്മ്യൂണിക്കേഷൻ, അങ്ങനെ വരുന്ന കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ജോബുകൾ ഉണ്ടായിരിക്കില്ലേ. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ, അതൊക്കെ വളരെ സക്സസ് ആയിട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു കാലഘട്ടമായിട്ട് പറയാൻ പറ്റും. എന്നാൽ നമ്മുടെ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ, ലോയേഴ്സിനൊക്കെ നല്ലതാണ്. എന്നാൽ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ വരുമ്പോഴേക്കും ഖേതു 3ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ
കമ്മ്യൂണിക്കേഷൻ, റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ വളരെ ശ്രദ്ധിച്ച് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ നമുക്ക് തന്നെ തിരിച്ച് ബാക്ക്ഫയർ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഒരു മെയിൽ അയക്കുമ്പോഴായിരുന്നാലും ഒരു ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ വളരെയധികം ക്രോസ് ചെക്ക് ചെയ്തിട്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ എന്ന് പറയാൻ പറ്റും. അതുപോലെ സഹോദരങ്ങളുമായിട്ടോ സുഹൃത്തുക്കളുമായിട്ടോ ഉള്ള റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യത കൂടുതലായിട്ട് പറയാൻ പറ്റും. അതും അതെന്ന് വെച്ചാൽ ആവശ്യമില്ലാത്ത തെറ്റിദ്ധാരണകൾ വരാൻ സാധ്യതയുണ്ട്. 3-ലെ കേതു ആയതുകൊണ്ട് തന്നെ അതും ശ്രദ്ധിച്ചു പോവേണ്ട. കൈകളുടെ ആരോഗ്യം, 3-ാം ഭാവം എന്ന് പറഞ്ഞാൽ കൈകളുടെ കൊണ്ട് ചെയ്യുന്നില്ല, കൈകളുടെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതാണ്. ഉദര സംബന്ധമായ പ്രശ്നങ്ങളും ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമായിട്ട് പറയാൻ പറ്റും. അത് 5-ാം ഭാവത്തിൽ വ്യാഴവീക്ഷണം ഉള്ളതുകൊണ്ട് തന്നെ ഉദര സംബന്ധമായ രോഗപീഠകൾ ഉണ്ടാകാൻ ശ്രമിച്ചു പോകുന്നതാണ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ അടുത്ത് കർക്കിടകം ജന്മരാശിയിലെ 2 നക്ഷത്രക്കാർ. കർക്കിടക ജന്മരാശിയിലെ 2 നക്ഷത്രം പുണർദത്തിന്റെ കാൽഭാഗം പൂയം ആയില്യവും ചേർന്ന 2 നക്ഷത്രം. അപ്പോൾ പിന്നെ ഈ ഒരു നക്ഷത്രക്കാർക്ക് എന്ന് പറയുമ്പോഴേക്കും ഇപ്പോൾ അറ്റ് പ്രസന്റ് നടന്നുകൊണ്ടിരിക്കുന്ന ജൂൺ മാസം വരെയുള്ള കാലഘട്ടം ചിന്തിക്കുമ്പോൾ ഈ സമയം കുറച്ച് പ്രതിസന്ധികൾ നിറഞ്ഞതാണ്. അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് എക്സ്പെൻസ് കൂടിയ ഒരു ടൈമാണ് എന്ന് പറയാം. ഇപ്പൊ ജൂൺ മാസം വരെ 2026 ജൂൺ മാസം വരെയുള്ള ടൈം. എന്നാൽ ഈ ജൂൺ മാസത്തിന് ശേഷമുള്ള കാലഘട്ടത്തെ ചിന്തിക്കുമ്പോഴേക്കും ഒരുപാട് ഉയർച്ച ഉണ്ടാവുന്ന സമയമാണ്. ഭാഗ്യഭാവത്തിന്റെ ആധിപത്യം വഹിച്ച ഗ്രഹം ഭാഗ്യഭാവത്തിലോട്ട് വീക്ഷണം ഉണ്ടാവും. അതുപോലെ തന്നെ ഭാഗ്യഭാവത്തിന്റെ ആധിപത്യം വഹിച്ച ഗ്രഹം ചന്ദ്രൻ നിൽക്കുന്ന രാശി ജന്മരാശിയിൽ സഞ്ചരിക്കുകയും ചെയ്യുന്ന കാലഘട്ടമാണ്. അപ്പോൾ ഇവിടെയും ഭാഗ്യമുള്ള കാലഘട്ടമായിട്ട് തന്നെ പറയണം. അതുപോലെ അച്ഛന് ഒരുപാട് ഗുണം ചെയ്യുന്ന കാലഘട്ടമാണ്. അതുപോലെ വീട് പണിയൊക്കെ മുടങ്ങിക്കിടന്ന ആൾക്കാർക്കൊക്കെ വീട് പണിയൊക്കെ നല്ല രീതിയിൽ പോകാനായിട്ട് സന്താനങ്ങൾക്ക് ഗുണമുള്ള സമയമാണ്. വിദ്യാഭ്യാസപരമായി പുരോഗതി ഉണ്ടാവുന്ന സമയമായിട്ട് പറയാൻ പറ്റും. എന്നാലും നമ്മുടെ വേർബൽ നേരത്തെ പറഞ്ഞ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ ഇവിടെ വേർബൽ കമ്മ്യൂണിക്കേഷൻ കുടുംബത്തിനകത്ത് സംസാരിക്കുമ്പോൾ വളരെ പരുഷമായി സംസാരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് പറയാം. ഒന്നാമത് ഈ കർക്കിടകം ജന്മരാശിക്കൂറ് വളരെ ശാന്തമായ പ്രകൃതമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിലും വളരെ ശക്തമായ വാക്കുകളുള്ള ആൾക്കാരാണ്. പ്രത്യേകിച്ച് നമ്മൾ സൊസൈറ്റിയിൽ ഭയങ്കര സോഷ്യൽ അട്രാക്റ്റീവ്നെസ് ഒക്കെ ഉള്ള ആൾക്കാരാണ്. വളരെ ഒരു നല്ല അവരുടെ എക്സിക്യൂഷൻ, ഒരു കാര്യം എക്സിക്യൂട്ട് ചെയ്യാൻ അവർ ഭയങ്കര മിടുക്കരാണ്. അവരുടെ ഉറച്ച നിലപാടുകളും തീരുമാനങ്ങളും നടപ്പിലാക്കാനായിട്ടുള്ള കഴിവും സാമർഥ്യവും ഒക്കെ വളരെ ഷാർപ്പ് മൈൻഡഡ് ആണ് അവർ. അപ്പോൾ പക്ഷേ ഈ കാലഘട്ടത്തിൽ പൊതുവെ അവരുടെ വേർബൽ കമ്മ്യൂണിക്കേഷൻ, കുടുംബത്തിനകത്തുണ്ടാകുന്ന കമ്മ്യൂണിക്കേഷൻ അത് കൂടുതൽ സ്നേഹത്തോടെയും അടുപ്പം നിലനിർത്തിയും സ്നേഹം നിലനിർത്തിയും പരുഷമായി സംസാരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ കുടുംബത്തിനകത്തുനിന്ന് ഈ കമ്മ്യൂണിക്കേഷൻ കാരണം ചില ഡിറ്റാച്ച്മെന്റ് അവിടെ വന്നുവിടാൻ സാധ്യത കൂടുതലാണ്. ധനപരമായ വിഷയങ്ങളും ഒക്കെ ധനപരമായ ഉയർച്ച ഉണ്ടാവുമെങ്കിൽ പോലും ധനപരമായ കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തേണ്ടത്. 2-ാം ഭാവം ധനഭാവം കൂടിയല്ലേ, ആ ധനഭാവത്തിലാണ് ഈ കേതു സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് ധനപരമായ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധ പുലർത്തേണ്ട സമയമാണ്. കമ്പാരിറ്റീവ്ലി 2026 ജൂൺ മാസത്തിന് മുമ്പ് ഉള്ള സമയത്തെ ചിന്തിക്കും, ജൂൺ മാസത്തിന് ശേഷമുള്ള സമയം അനുകൂലമായിട്ട് തന്നെ പറയാൻ പറ്റും എന്ന് പറയാൻ പറ്റും. പിന്നെ 9-ലാണ് ശനി നിൽക്കുന്നതെങ്കിലും അച്ഛന് ഇതുവരെ നേരിട്ടിരുന്ന ദോഷഫലങ്ങളെല്ലാം തന്നെ ജൂൺ മാസത്തിന് ശേഷം മാറിക്കിട്ടും എന്ന് പറയാൻ പറ്റും. അതാണ് കർക്കിടകം ജന്മരാശിക്കാർക്ക് പറയാൻ പറ്റുന്നത്.